അകലമല്ല, പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻ പുരം നമുക്കിനി അകലമല്ല. ഓട്ടം തികച്ചു നമുക്കൊരു നാട്ടിൽ, ഒട്ടും കണ്ണുനീരില്ലാത്ത വീട്ടിൽ. ഓട്ടം തികച്ചു നമുക്കൊരു നാട്ടിൽ, ഒട്ടും കണ്ണുനീരില്ലാത്ത വീട്ടിൽ. ഒരു നാളിൽ നാം അണഞ്ഞിടുമ്പോൾ ഓടിപ്പോയിടും ദിനങ്ങളെല്ലാം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യപുത്രൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കു വേണ്ടി ഒരുങ്ങിയിരിക്കാൻ പ്രബോധിപ്പിക്കുന്ന ഒരു ഉപമയാണ് ലൂക്കോസ് 12:35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. വിവാഹത്തിന് പോയി മടങ്ങി വരുന്ന യജമാനൻ എപ്പോൾ വരും എന്നറിയില്ല. അതിനാൽ യജമാനൻ്റെ മടങ്ങിവരവിനെ പ്രതീക്ഷിച്ച് ദാസൻ ഒരുങ്ങിയിരിക്കണം. ഇതാണ് ഉപമയുടെ ചുരുക്കം. ഇവിടെ യേശു തന്നെ മണവാളനായിട്ടല്ല, പിന്നെയോ കല്യാണത്തിന് പോയി മടങ്ങി വരുന്ന വീട്ടുടയവനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കല്യാണ സദ്യ കഴിഞ്ഞ് വീട്ടുടയവൻ താമസിയാതെ മടങ്ങി വരും. അപ്പോഴേക്കും ദാസന്മാർ തങ്ങളെ ഏൽപ്പിച്ച എല്ലാ ജോലിയും ചെയ്തിരിക്കണം. യജമാനൻ വരുന്നത് എപ്പോഴെന്നറിയില്ല. അതിനാൽ അരകെട്ടിയും വിളക്ക് കൊളുത്തിയും ജാഗ്രതയോടെ യജമാനായി കാത്തിരിക്കണം. യജമാനൻ വീട് വിട്ട് കല്യാണത്തിന് പോകുന്നത് പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവ് ഈ ലോകത്തിലെ തൻ്റെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് സ്വർഗാരോഹണം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. കല്യാണ സദ്യ കഴിഞ്ഞ് യജമാനൻ വരുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തെ സൂചിപ്പിക്കുന്നു. സ്വർഗാരോഹണത്തിൻ്റെയും പുനരാഗമനത്തിൻ്റെയും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ നാളുകളിൽ പല സംഭവങ്ങളും നടക്കും. എന്നാൽ നാം ജാഗ്രതയുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, ബുദ്ധിയോട് പ്രവർത്തിക്കണം. കല്യാണ സദ്യ കഴിഞ്ഞുള്ള യജമാനൻ്റെ വരവ് ആകസ്മികമായിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ പുനരാഗമനവും ആകസ്മികമായിരിക്കും. അവൻ്റെ വരവ് എപ്പോഴെന്നറിയില്ല. അതിനാൽ നമ്മുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയാകിയാൽ നാം ഉണർന്നിരിക്കണം. മത്തായി 24:42. പുതിയ നിയമത്തിൽ ഏതാണ്ട് 320 പ്രാവശ്യം കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഒരിടത്തും അവൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ടാണ് പുനരാഗമനത്തിനായി ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് തിരുവചനം നൽകുന്ന ചില ചിന്തകൾ പങ്കുവെക്കാം. 1. കർത്താവിൻ്റെ പുനരാഗമനം നിശ്ചയമായും സംഭവിക്കും. സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ പുനരാഗമനമാണ്. വിശ്വാസത്തെ ഏറ്റു പറയുമ്പോൾ നാം ചൊല്ലുന്നത്, സ്വർഗത്തിൽ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. ദൈവരാജ്യത്തിന് തുടക്കം കുറിക്കുവാൻ ബേത്ലഹേമിൽ ജനിച്ച യേശു ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി വീണ്ടും വരും. 2. കർത്താവിൻ്റെ പുനരാഗമനം എത്രയും ആവശ്യമാകുന്നു. റോമർ 8:22 വായിക്കുന്നത്, സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഏറ്റുനോവോടിരിക്കുന്നു. അതായത് സൃഷ്ടി ഞരങ്ങുന്നു. അതിന് കാരണം ലോകത്തിൻ്റെ പാപമാണ്. സാത്താൻ തൻ്റെ പ്രവർത്തനത്താൽ ലോകത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. സാത്താൻ്റെ ആധിപത്യത്തിനായിട്ടല്ല ദൈവം ലോകത്തെ സൃഷ്ടിച്ചത്. സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്നും ലോകത്തെ വീണ്ടെടുക്കുന്നതിനാണ് ദൈവം ജഡാവതാരം എടുത്തത്. അവൻ അതിനായി സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ അവനെ സ്വീകരിച്ചില്ല. യോഹന്നാൻ 1:11. സ്വന്തക്കാർ അവനെ ക്രൂശിൽ തറച്ചു. തുടർന്ന് ലോകം സാത്താൻ്റെ നിയന്ത്രണത്തിലായി തീർന്ന ലോകത്തെ സാത്താൻ്റെ കൈകളിൽ നിന്ന് രക്ഷിപ്പാൻ യേശു വന്നേ തീരൂ. അതിനായി അവൻ വീണ്ടും വരും. റോമർ 8:23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ദൈവമക്കൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി ഞരങ്ങുന്നു. അതായത് ഈ മറ്റ് ശരീരം അമർത്യമായ ശരീരത്തെയും
ഈ ദ്രവത്വമുള്ള ശരീരം ദ്രവിച്ചു പോകാത്ത ശരീരത്തെയും ധരിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുവാനായി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് ഞരക്കം ഇല്ലാതാകണമെങ്കിൽ കർത്താവിൻ്റെ വീണ്ടും വരവ് നടക്കണം. അതെ, ഈ ലോകത്തിൻ്റെ ഞരക്കവും ദൈവമക്കളുടെ ഞരക്കവും ഇല്ലാതാകണമെങ്കിൽ കർത്താവ് വീണ്ടും വന്നേ മതിയാകൂ. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, അവൻ താമസിക്കുകയില്ല. കർത്താവിൻ്റെ പുനരാഗമനത്തിനായി കാത്തിരിക്കുന്ന നമുക്ക് നൽകിയിരിക്കുന്ന ചുമതലയാണ് കൊലോസ്യർ 4:2 പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ദൈവത്തിൻ്റെ കൃപയുടെ സിംഹാസനത്തിന് മുൻപാകെ മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ ഉയർത്തുവാനുള്ള ചുമതല നമുക്കാണ് നൽകിയിരിക്കുന്നത്. അത് നിർവഹിക്കാതിരിക്കുന്നത്, അതായത് നാം പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്നും ഉള്ള ഒളിച്ചോട്ടമാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടിയും ദൈവജനത്തിൻ്റെ ഉണർവിനു വേണ്ടിയും വിശ്വാസ സമൂഹത്തിനു വേണ്ടിയും ആണ്. കർത്താവ് വരുന്നതുവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. കർത്താവേ, നിന്റെ വരവിന് വേണ്ടി ജാഗ്രതയോടെ കാത്തിരിപ്പാനും സകല മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിപ്പാനും എന്നെയും ബലപ്പെടുത്തണമേ. ആമേൻ. ഓട്ടം തികച്ചുറവാൻ